നമസ്കാരം. നമ്മുടെ രാജ്യം ഒരു ശത്രു രാജ്യത്തിനെതിരായിട്ട് ഒരു വിജയം ആഘോഷിക്കുന്ന വേളയിലാണ് നമ്മുടെ ഈ വീഡിയോ പ്രോഗ്രാം. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ അത് പ്രധാനമന്ത്രിക്ക് അടുത്ത ഇലക്ഷനിൽ തിലകക്കുറി ചാർത്താനുള്ള സിന്ദൂരമാവരുത് എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് തന്നെ. കാരണം ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് ശത്രു രാജ്യങ്ങളെ നശിപ്പിക്കുന്നതായിട്ടുള്ള ഒരു തേരോട്ടം നടത്തി ഇലക്ഷനിൽ ആ ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഇന്ത്യ പേരിട്ടിരിക്കുന്നത്. നല്ലതാണ്, നല്ല പേരാണ്. അപ്പം അത് വരാൻ പോകുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ്റെയും അത് കഴിയുമ്പോഴുള്ള പാർലമെൻറ്റ് ഇലക്ഷൻ്റെയും സിന്ദൂരക്കുറി നമ്മുടെ മോദി അണ്ണന് ഇലക്ഷനിൽ ജയിച്ചു പോകുന്നതിനുള്ള തിലകക്കുറിയായിട്ട് അത് മാറരുത്. അപ്പം രാജ്യം ഒറ്റക്കെട്ടായിട്ട് ശത്രുവിനെ നേരിട്ട് പരാജയപ്പെടുത്താനും അവൻ്റെ പതനം കാണാനും ആഗ്രഹിച്ചിരിക്കുന്ന നിമിഷങ്ങളാണിത്. ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ചോര ചിന്തി വിജയം ആഘോഷിച്ച ഭീകരന്മാർക്ക് പകരത്തിന് ചോര കൊണ്ടുള്ള മറുപടിയാണ് ഇന്ത്യയുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അവൻ്റെ നെഞ്ചത്ത് നിന്ന് ചോര ചിന്നിച്ചെതറുന്നത് കാണണം ഇന്ത്യക്ക്. അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ആ ഭീകരന്മാരെ ഡയറക്റ്റായിട്ട് നെഞ്ചത്ത് തോക്ക് വെടിയുണ്ട ചീറിപ്പാഞ്ഞ് കയറുന്നതും അവൻ്റെ ചോരയും തലച്ചോറും ചിന്നിച്ചിതറുന്നതും ഇന്ത്യയിലെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അത്ര തീവ്രമായിട്ടുള്ള ഒരു ദേശീയ വികാരം, പാവപ്പെട്ട ജനങ്ങളെ കൊന്നതിലുള്ള പ്രതികാരം ഇന്ത്യയുടെ ജനങ്ങൾക്കുണ്ട്. ആ രീതിയിലുള്ള ഒരു പ്രതികാര നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വളരെ സമയമെടുത്ത്, വളരെ സമയമെടുത്ത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു ഫൈറ്റ് പാകിസ്ഥാനെതിരായിട്ട് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത്. അത് ഇന്ത്യയുടെ വാർത്താ മാധ്യമങ്ങൾ നൽകുന്ന അറിവനുസരിച്ചാണെങ്കിൽ ഒരു അരമണിക്കൂറിന് അകത്ത് അത് അവസാനിക്കുകയും ചെയ്തു. ഒരു മണിക്കൂറിനകത്ത് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനകത്തുള്ള യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള ഫൈറ്റാണ് ഉണ്ടായത്. അപ്പോൾ ആ ബോംബ് വർഷത്തിൽ പാകിസ്ഥാനിലെ ഭീകരന്മാർ പിടഞ്ഞു മരിക്കുന്ന ചിത്രങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഏതാനും കെട്ടിടങ്ങൾ പൊളിഞ്ഞതായിട്ടുള്ള 1-2 ചിത്രങ്ങളും കുറേ തീ ആളിക്കത്തുന്നതായിട്ടുള്ള കുറച്ച് ചിത്രങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതല്ല ഇന്ത്യയുടെ ജനങ്ങൾ പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുന്നത്. അവൻ്റെ നെഞ്ചത്ത് ചോര ചിതറുന്നതും അവൻ്റെ നെറ്റിയിൽ മണ്ടച്ചോറ് ചിന്തുന്നതുമൊക്കെ കാണാൻ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത്ര നിഷ്ഠൂരമായിട്ടുള്ള കൊടും ഭീകരന്മാരായിട്ടുള്ളവർക്ക് ഒരു ദയാദാക്ഷിണ്യവും പാടില്ല എന്നുള്ളതാണ് നിയമവ്യവസ്ഥയിലും നിയമത്തിൽ വിശ്വസിക്കുന്നവരിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കുറ്റം ചെയ്തവൻ അതുപോലെ തന്നെ അതിഭീകരന്മാരായതിനാൽ അവർ ഒരു ദയയും അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ദയാദാക്ഷിണ്യവും അർഹിക്കുന്നില്ല. അവർക്ക് ഏതൊരു മാനുഷികമായിട്ടുള്ള ദയയും അതിൽ നൽകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയുടെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സ് എന്താ? ഡാം തുറന്നു വിടുന്നു. ഡാമിലെ കുറച്ച് കഴിയുമ്പോൾ ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടാതെ അടച്ചു വയ്ക്കുന്നു. ഭീകരന്മാർ മുമ്പ് താമസിച്ചിരുന്നു എന്ന് പറഞ്ഞ് കുറേ പഴയ വീടൊക്കെ ഇടിച്ചിടുന്നു. കുറേ തീപ്പന്തങ്ങൾ പാളി പോകുന്നതിൻ്റെ ചിത്രങ്ങൾ, കുറേ കെട്ടിടങ്ങൾ ഇടിയുന്നതിൻ്റെ ചിത്രങ്ങൾ, ഭീകരന്മാർ ചാവുന്നതിൻ്റെ ദൃശ്യങ്ങൾ തരൂ സർക്കാർ. അതിൻ്റെ ചിത്രങ്ങൾ ഞങ്ങൾക്ക് തരൂ. അതാണ് ഞങ്ങൾക്ക് വേണ്ട. അവൻ്റെ ചോര ചിന്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയുടെ ജനങ്ങൾ. അവൻ്റെ നെഞ്ചത്ത് വെടിയുണ്ട അറച്ചു കയറുന്നതിൻ്റെ ചിത്രങ്ങൾ തരൂ. അതിൽ കുറഞ്ഞ് അവൻ്റെ രക്തം ചിന്തിച്ചിതറുന്നതിൽ കുറഞ്ഞ് ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇതിലും കൂടുതൽ
ഭീകരന്മാർക്കുള്ള നഷ്ടം, ഭീകരന്മാർക്കുണ്ടാകുന്ന വേദന, യാതന, അതെല്ലാം കാണാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള അർഹത ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. ഈ കൊടും ഭീകരന്മാർക്ക് ഒരു ദയാദാക്ഷിണ്യവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നൽകാൻ പാടില്ല. അത് ഇന്ത്യയുടെ മുഴുവൻ ജനങ്ങളുടെ ആഗ്രഹമാണ്. അപ്പം ഓപ്പറേഷൻ സിന്ദൂർ മോദി അണ്ണന് അടുത്ത ഇലക്ഷനിലേക്ക് വിജയിച്ച് കയറാനുള്ള സിന്ദൂരക്കുറിയായി മാറരുത്. ഇതാണ് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഒരു പൊളിറ്റിക്കൽ വൽക്കരണത്തിന് വേണ്ടി, ഒരു രാഷ്ട്രീയം, ഒരു അധികാരം പിടിച്ച് എടുക്കുന്നതിന് വേണ്ടിയുള്ള സിന്ദൂരം ആവാതിരിക്കട്ടെ എന്ന് ചരിത്രം തെളിയിക്കേണ്ടതായിട്ടുണ്ട്, കാലം തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അത് രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെ ആഗ്രഹം. ഭീകരന്മാരുടെ നെഞ്ചത്ത് കൂടുതൽ പ്രഹരം ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഇലക്ഷന് ജയിക്കുന്നതിന് വേണ്ടിയുള്ള സിന്ദൂരക്കുറിയായി അത് മാറ്റരുത്. അങ്ങനെ മാറ്റുന്നത് തെറ്റാണ്. അങ്ങനെ ആ ഒരു അജണ്ട ഉണ്ടെങ്കിൽ അത് തെറ്റായ ഇന്ത്യയിലെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു അജണ്ടയാണ്. ഭീകരന്മാരെ അമർച്ച ചെയ്യുക തന്നെ വേണം. ആ അമർച്ച ചെയ്യുന്നത് കൊടും ഭീകരന്മാരായതുകൊണ്ട് കൊടും ക്രൂരമായിട്ടുള്ള രീതിയിൽ തന്നെ അതിന് തിരിച്ചടി നൽകണം എന്നുള്ളതാണ് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ സ്ലോ ആയിട്ടുള്ള ചില പ്രോസസ്സിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വലിയ വലിയ വീഴ്ചകളും, സെക്യൂരിറ്റി വീഴ്ചകളും, ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ വീഴ്ചകളും തിരിച്ചടികളുമൊക്കെ കിട്ടിയിട്ടുണ്ട്. നയതന്ത്രപരമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള, ആ വീഴ്ചകളെക്കുറിച്ചും പരാതികളെക്കുറിച്ചും ക്രിറ്റിസിസം ചെയ്യാനുള്ള ഒരവസരമല്ലാത്തതിനാൽ അത് കാലം തെളിയിക്കട്ടെ, വിലയിരുത്തട്ടെ. വീണ്ടും ഒരു അഭ്യർത്ഥന കൂടി, ഇലക്ഷനിൽ ജയിക്കാനുള്ള സിന്ദൂരക്കുറിയായി മാറരുത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വളരെ വിനീതമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ വാർത്തകളും ചിത്രങ്ങളും, കൂടുതൽ നശീകരണം, കൊടും ഭീകരന്മാർക്ക് അതിക്രൂരമായിട്ടുള്ള നശീകരണം നൽകിക്കൊണ്ട് മാത്രമേ അതിന് പകരം വീട്ടാവൂ. അതിൻ്റെ നശീകരണത്തിൻ്റെ കാഠിന്യം എത്ര കൂട്ടാൻ പറ്റുമോ അത്രയും കൂട്ടി നൽകണം എന്നുള്ളതാണ് നമ്മുടെ ചാനലിലൂടെ സർക്കാരിനോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജയ് ഹിന്ദ്.